ദിണ്ടിഗൽ നഗരത്തോട് തന്നെ ചേർന്നുള്ള ഒരു ഓഫീസിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്നത്. ഇത് ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് MSRD എന്ന് പറയുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങളൊക്കെ നടത്തുന്ന ദിണ്ടിഗലിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ്. ഇവിടെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡി മണിയെ SIT സംഘം ചോദ്യം ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള DYSPയുടെ നേതൃത്വത്തിലുള്ള SIT സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ നേരത്തെ രമേശ് ചെന്നിത്തല മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വ്യവസായിയുടെ മൊഴി എടുത്തിരുന്നു. ആ വ്യവസായിൽ നിന്നാണ് ഈ മണി അടക്കമുള്ളവരുടെ നിർണായക വിവരങ്ങൾ SIT സംഘത്തിന് ലഭിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT സംഘം ഇന്ന് രാവിലെയോടെ തന്നെ ദിണ്ടിഗലിലേക്ക് എത്തുന്നു. ഇതിന് പുറമെ മണിക്ക് പുറമെ മണിയുമായി ബന്ധമുള്ള ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വിരുദ്ധനഗർ സ്വദേശിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു മൊഴിയെടുക്കലും പരിശോധനയുമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലുകൾക്ക് തന്നെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പകർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് இந்த സ്ഥലത്തേക്ക് എന്താ പേര് சொல்லும் இந்த ഏരിയക്ക്? റൗണ്ട് റോഡ് ഏരിയ இந்த திண்டுக்கல் டிஸ்ட்ரிக்ட் திண்டுக்கல் சிட்டி. இது வந்து எந்த பில்டிங்? அவரோட ஓன் பில்டிங். மணியோட ஓன் பில்டிங். மணியோட ஓன் பில்டிங். இது வந்து எந்த பிசினஸ் இந்த இருக்கு? ரியல் எஸ்டேட். இந்த மணிக்கு ஏதாவது வர பிசினஸ் இருக்குன்னு தெரியும். இவர ரியல் நேம் வந்து ஃபைனான்ஸ் அண்ட் சுப்ரமணி. ரியல் நேம் சுப்ரமணி. ஃபைனான்ஸ் அண்ட் ரியல் எஸ்டேட். ஃபைனான்ஸ். ഇവർക്ക് ഏதாவது ബോഡി ബിസിനസ് ഒക്കെ അന്ത മാതിരി അപ്പില്ല. എന്തായാലും സ്മൃതി ഇവിടെ പറഞ്ഞ ഇവിടെ നാട്ടുകാരാണ് നമ്മളോട് സംസാരിച്ചത്. സ്ഥാപനത്തിലാണോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? അതെ. ആ മണിയുടെ സ്ഥാപനത്തിൽ വെച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. SIT സംഘം അതിനകത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. 5ഓളം ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള DYSP അടക്കമുള്ള സംഘമാണ്, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കത് വൈഡ് ദൃശ്യങ്ങൾ കൂടി ഇത് എന്ത് സ്ഥാപനമാണ്, എന്ത് ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്? സ്മൃതി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് കെട്ടിടത്തിന് പുറത്ത് MSRD എന്നുള്ള ഒറ്റ പേര് മാത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെയും ഫൈനാൻസിൻ്റെയും ഒക്കെ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനമാണ്. അത്തരം വ്യാപാരങ്ങളാണ് മണി ഏർപ്പെട്ടിരുന്നതാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വിവാദ വ്യവസായം നൽകിയ ആ മൊഴി അനുസരിച്ച് പുരാവസ്തുക്കളടക്കമുള്ള ആൻറ്റിക് ശേഖരങ്ങളൊക്കെ തന്നെ ഇടപാടുകൾ നടത്തിയിരുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് അടക്കം ഇതെത്തിക്കുന്നതിൽ ചുക്കാൻ പിടിച്ചത് മണിയാണ് എന്നുള്ള നിർണായക മൊഴിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട വിവാദ വ്യവസായി SITക്ക് മൊഴി നൽകിയിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ SIT സംഘം കേരളത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിയത്. SIT സംഘം സഞ്ചരിച്ച അല്ലെങ്കിൽ വന്ന വാഹനം ഇതിന് സമീപത്ത് തന്നെ പാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് SIT സംഘം ഇവിടേക്ക് എത്തിയപ്പോൾ മണിയെ ചോദ്യം ചെയ്തു വരുന്നത്. ഏകദേശം 20 മിനിറ്റിലധികമായി ഇവിടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്രമേ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് SIT ഇതിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മണിയുമായി കണക്ട് ചെയ്യാവുന്ന നിർണായക വിവരങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ SIT സംഘം എത്തിയിട്ടില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ള നിഗമനം തന്നെയാണ്. വ്യവസായിക്ക് വലിയ തെളിവുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ ഈ പരിശോധനകളിലൂടെ റെയ്ഡുകളിലൂടെ സാധിക്കുമെന്നാണ് ഇപ്പോൾ SIT പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ അടക്കം ഇവിടുത്തെ ഈ മണിയുടെ വീടുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു റെയ്ഡിലേക്ക് പോലീസ് കടക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SIT സംഘം ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള മണിയെ തേടി ഇങ്ങോട്ട് ദിണ്ടിഗലിലേക്ക് എത്തിയത്. ദിണ്ടിഗലിലെത്തിയപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഏറ്റവും നിർണായകമായ കേസിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കൂടി പോകുന്നു എന്ന് തന്നെ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച SITയുടെ അന്വേഷണം, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കൂടി കടക്കുന്നത്. നേരത്തെ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ഇയാളുടെ വ്യാപാര സ്ഥാപനങ്ങളും വ്യാപാര ഇടപാടുകളും ഒക്കെ തന്നെ ഈ മണിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നേരിട്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ എന്തൊക്കെ മണിക്ക് ഈ കേസുമായുള്ള ബന്ധം, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ വ്യവസായ മൊഴി നൽകിയതുപോലെ 5ഓളം പഞ്ചവിഗ്രഹങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടു എന്നടക്കമുള്ള മൊഴികളുണ്ട്. ആ മൊഴികൾക്ക് ആധാരമായ തെളിവുകൾ അതിന് ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഇതിനോടൊപ്പം തന്നെ വിരുദ്ധനഗറിലുള്ള ദിണ്ടിഗലിനോട് തൊട്ടടുത്തൊരു പ്രദേശമാണ് വിരുദ്ധനഗർ എന്ന് പറയുന്നത്. വിരുദ്ധനഗറുമായി ബന്ധപ്പെട്ട അവിടെയുള്ള ശ്രീകൃഷ്ണൻ ഈ കേസിൽ എന്തൊക്കെ ബന്ധമുണ്ട്, ഇയാളുടെ സഹായി കൂടിയാണ് എന്നാണ് SIT സംഘം നൽകിയിരുന്ന വിവരം. അതിൽ നിന്ന് എന്തൊക്കെ ലഭിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ SIT സംഘം പുരോഗമിക്കുന്നു. ദിണ്ടിഗലിലെത്തി തന്നെയാണ് SIT സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. സ്മൃതി, ശരി, ഡിണ്ടിഗലിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങളും ദൃശ്യങ്ങളും അഷ്കർ അലി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡിണ്ടിഗലിൽ ഡി മണിയുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം.
അവിടെ ഇപ്പോൾ SIT സംഘം കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതിനകത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നുള്ള വിവരമാണ്. SITയുടെ 5 അംഗ സംഘമാണ് ഇപ്പോൾ ഡിണ്ടിഗലിൽ എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് ഡി മണിയുടെ ബിസിനസ്സുകൾ, ഡി മണിയും പോറ്റിയും തമ്മിലുള്ള ബന്ധമെന്ത്, ഏതു തരത്തിലുള്ള കച്ചവടമാണ് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഡി മണി നടത്തിയത്, ഒരുപാട് വിവരങ്ങൾ, അന്താരാഷ്ട്ര കച്ചവടമാണ് ഇതിൽ നടക്കുന്നതെന്ന് നേരത്തെ രമേശ് ചെന്നിത്തല SITക്ക് മൊഴി നൽകിയിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയും ആ നിലയ്ക്കുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. 1000 കോടിയുടെ കച്ചവടം നടന്നു എന്ന ആരോപണം ഉയരുമ്പോൾ ആ തരത്തിൽ എന്താണ് ശബരിമലയുമായി കേന്ദ്രീകരിച്ച് ഇയാൾ നടത്തിയിട്ടുള്ളത്, ഇയാൾക്ക് പിന്നിൽ ആരാണ്, ഇയാൾക്ക് മുകളിൽ ആരാണ്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. റിപ്പോർട്ടർ സംഘം ഡിണ്ടിഗലിൽ SIT സംഘത്തെ അനുഗമിച്ച് എത്തിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ അഷ്കർ ഇപ്പോൾ എത്ര നേരമായി തുടങ്ങിയിട്ട്, അതിനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഡി മണിയുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒരു റെയ്ഡ് എന്ന രൂപത്തിൽ SIT എത്താനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ അല്ലേ? സ്മൃതി, തീർച്ചയായും ഈ മണിയുടെ വീടും അതിനോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളിലും ഒക്കെ തന്നെ റെയ്ഡ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ. ക്യാമറകളടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ SIT സംഘം നടത്തുന്നത്. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. SIT സംഘം ഏകദേശം അരമണിക്കൂറോളമായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഡി മണി എന്ന ഡയമണ്ട് മണിക്കാണ് ഇത്തരത്തിലൊരു ഇടപാട് നടത്തിയത്. ഡയമണ്ട് മണിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതിനോടൊപ്പം തന്നെ ഒരു ഉന്നതന് ചേർന്നാണ് ഇത്തരത്തിലെ ഇടപാടുകൾ നടത്തിയത്. അവർക്ക് കേരളത്തിലെ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്നടക്കം ശബരിമല കൂടാതെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണുവെച്ചതായുമൊക്കെയുള്ള റിപ്പോർട്ടുകളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഡി മണി പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയെന്ന് ഈ വിദേശ വ്യവസായി മൊഴി നൽകുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല മൊഴി നൽകുകയും ഒക്കെ ചെയ്തതോടെയാണ് ഈ കേസിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. 500 കോടി രൂപയിലധികം വരുന്ന സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതടക്കമുള്ള വിവരങ്ങളായിരുന്നു SITക്ക് ലഭിച്ചത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ തോതിലൊരു അന്വേഷണം നടക്കുന്നത്. അഥവാ സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നു എന്നാണ് ഈ മലയാളിയായ വിദേശ വ്യവസായി തന്നെ മൊഴി നൽകിയിരുന്നത്, അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഈ 2019-20 കാലഘട്ടങ്ങളിലായും 4 പഞ്ചലോക വിഗ്രഹങ്ങൾ തന്നെ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റു എന്നും ആ വിറ്റ സംഘത്തിൽ ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈയിൽ താമസിക്കുന്ന ദിണ്ടിഗൽ സ്വദേശ വ്യക്തിയടക്കം ഉൾപ്പെടുന്നു എന്നാണ് പോലീസ് നൽകിയിരുന്ന മൊഴി. ഇപ്പോൾ SIT സംഘമാണ് ഇപ്പോൾ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിലേക്ക് പോകുന്നത്. സംഘം പുറത്തേക്ക് ഇറങ്ങുന്നു.